മുത്തു സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ ഉള്ളിൽ അൽഹംദുലില്ലാഹ് 3-4 സഹോദരിമാരും 3-4 ആങ്ങളമാരും. അവരെത്ര ഒരുമയോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നറിയുമോ? അവരെത്ര പരസ്പരം സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത് എന്നറിയുമോ? അവർ അടുത്തടുത്ത് ഒരുമിച്ചുകൂടി ഒരു ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇരിക്കില്ല. അതവരുടെ ഖൽബിന്റെ ഉള്ളിലുള്ള അതിയായ ഒരു മഹബ്ബത്താണ്, ഖൽബിന്റെ ഉള്ളിലുള്ള ഒരു സ്നേഹമാണ്. എന്നാൽ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ആ പ്രിയപ്പെട്ട പെങ്ങന്മാര് 1 മാസമോ 2 മാസമോ കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കൂല, പിന്നെ അവരെ വിളിക്കൂല, പിന്നെ അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടൂല. മോളെ ഞാൻ ഇനി അങ്ങോട്ട് വരൂല. പക്ഷേ അതിൽ 2 വശങ്ങളുണ്ട്. എപ്പോഴും വന്നാൽ ചെറുക്കന്റെ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാണെന്നറിഞ്ഞാ പോകരുത്. പിന്നെ മറിച്ചങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഉമ്മയിലും എന്റെ ബാപ്പയിലും ഞാൻ കിടന്നിരുന്ന അതേ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന എന്റെ ചോരയാണ് എന്റെ കുഞ്ഞിപ്പെങ്ങള്, അല്ലെങ്കിൽ എന്റെ ജേട്ടത്തി. അവരെ വന്ന് കാണാൻ, അവരുടെ അരികത്ത് പോകാൻ ഞാനല്ലാതെ ആരാണ് റബ്ബേ? ഇടക്കൊന്ന് ഫോൺ വിളിക്കല്, ഇടക്കൊന്ന് സംസാരിക്കല്, ഇടക്കൊന്ന് ചിരിക്കല്, ഏതെങ്കിലും ഒരു പെരുന്നാളിനൊക്കെ ഒന്നൊരുമിച്ചു കൂടല്, അതൊക്കെ ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷമാണ്. ആങ്ങളെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, പെങ്ങള് അതാ പെങ്ങളെ വിളിക്കുന്ന മോളെ നാളെ പെരുന്നാളാണെങ്കിൽ നിന്റെ ഇക്കയോട് ചോദിച്ചിട്ട് ഇവിടെ വരാമോ? നമ്മളിവിടെ ഒരുമിച്ച് പെരുന്നാൾ കൂടിയവരല്ലേ, നമുക്കിവിടെ ഒരുമിച്ച് പെരുന്നാൾ കഴിയാ എന്ന് പറഞ്ഞു വരാമോ? അല്ലേ? ചില വീട്ടിന്റെ ഉള്ളിൽ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും എന്നും അൽഹംദുലില്ലാഹ് നിലനിന്ന് പോകുന്നുണ്ട്. ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും എല്ലാം നിലനിന്ന് പോകുന്നുണ്ട്. ചില വീടിന്റെ അകത്തട്ടിൽ ഇതൊന്നുമില്ല, ചില വീടിന്റെ അകത്തട്ടിൽ ഇതൊന്നുമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ഉമ്മ, ഇത് നിങ്ങളുടെ ആങ്ങളമാരുള്ളവർക്കും നയിച്ചു കൊടുക്ക്. ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു വീടിന്റെ അകത്തട്ടിൽ സ്വന്തം പ്രിയപ്പെട്ട സ്വന്തം ആങ്ങള എവിടെ രോഗമായി കിടക്കുകയാണ്. അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ, വീടിന്റെ അകത്തട്ടിൽ ഒരേ ഒരു പെങ്ങളും ഒരേ ഒരാങ്ങളയും അവരെന്ത് സ്നേഹമാണ്. പെങ്ങളെന്ന് പറഞ്ഞ ആങ്ങളയ്ക്ക് അതിയായ സ്നേഹം, പെങ്ങളെന്ന് പറഞ്ഞ ആങ്ങളയ്ക്ക് അതിയായ സ്നേഹം, ഭയങ്കര ഇഷ്ടം, ഭയങ്കര സന്തോഷം. ആ സ്നേഹത്താലും ആ സന്തോഷത്താലും കടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വേള തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ആങ്ങള വന്ന് ചെന്നു കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് വീട്ടിലെ